Good evening and welcome to Comedy Super Night. Comedy Super Nightന്റെ ഒരു പുതുപുത്തൻ എപ്പിസോഡിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. നമുക്ക് വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം നമ്മുടെ പ്രിയപ്പെട്ട സുരാജ് ഏട്ടനെ. ഇതെന്താ ഇങ്ങനെയൊക്കെ? ഇതെന്താ ഇങ്ങനെ വരുന്നേ? അത് ഇങ്ങനെയല്ലേ വന്നോളൂ, അല്ല ഇങ്ങനെയൊന്നും വന്നില്ലല്ലോ. അല്ല, ഇന്നത്തെ ഗസ്റ്റ് ആരാന്ന് എനിക്ക് ഏകദേശം ഒക്കെ പിടികിട്ടി. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഉഷാറായിട്ട് നിൽക്കുന്നത്. ഓഹോ, ആരാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ അടുത്ത സമയത്ത് റിലീസായ ഒരു സൂപ്പർ ഹിറ്റ് സിനിമയുണ്ട്, അമർ അക്ബർ അന്തോണി. അതും മാറ്റി നിർത്താം. അതിനകത്തെ ഒരു പാട്ടുണ്ട്, പ്രേമം എന്നാൽ എന്താണ് പെണ്ണെ. അത് നമ്മുടെ പൃഥ്വിരാജ്, ജയസൂര്യ, ഇന്ദ്രജിത്ത് എല്ലാവരും അതില് ഡാൻസ് കളിച്ച പ്രേമം എന്നാൽ എന്താണ് പെണ്ണെ. എന്തായിരുന്നു ആ ഡാൻസ് ഇല്ലേ? കേട്ടോ, നോക്കൂ, അവിടെ ചേട്ടന്മാർ വരെയൊക്കെ എണീറ്റ് നിന്ന് കൈയടിക്കുന്നു. യെസ്, അങ്ങനെയാണെങ്കിൽ അതിലെ അതിഗംഭീരമായിട്ട് ഡാൻസ് ചെയ്ത ആ കലാകാരി ഇവിടെ എത്തിയിട്ടുണ്ട്, നമ്മുടെ പ്രിയങ്കരിയായ ഇനിയ. चढ़ जाए तो इश्क है वो नशा सर पे चढ़ जाए तो होश हो होशदा हद से बढ़ जाए तो हम तो झूम झूम डांस करें, दारू पी के डांस करें, डांस करें, डांस करें, दारू पी के डांस करें, डांस करें, डांस करें, होली के रोमांस करें, डांस करें, डांस करें, दारू पी के डांस करें, डांस करें, डांस करें. दारू पी के डांस करें, डांस करें, डांस करें, दारू पी के डांस करें, डांस करें, डांस करें, होली के रोमांस करें, डांस करें, डांस करें, दारू पी के डांस करें, डांस करें, डांस करें. നമസ്തേ, നമസ്കാരം. രണ്ടാം തവണയും കോമഡി സൂപ്പർ നൈറ്റിലേക്ക് സ്വാഗതം ഇനിയ. താങ്ക് യു സോ മച്ച്. എല്ലാവർക്കും നമസ്കാരം. കഴിഞ്ഞ പ്രാവശ്യം വന്ന പോലെ അല്ല ഇപ്പോ ഇവിടെ വന്നേക്കുന്നത്. വേഷത്തിലും അതുപോലെ തന്നെ പിന്നെ ലുക്കിലും ഭാവത്തിലും എല്ലാം ഡിഫറെന്റ് ആണ്. ഒരു മുടി കണ്ടാൽ തന്നെ അറിയാം, ഒരു കിരീടം എടുത്ത് വച്ച പോലെ അല്ലേ? ഇതാരായിരുന്നു? അല്ല, ഇവിടുത്തെ സ്റ്റുഡിയോയിലെ ചേച്ചി തന്നെയാണ് ഹെയർ സ്റ്റൈൽ ചെയ്തത്. പക്ഷെ ഞാൻ ഡിസൈൻ പറഞ്ഞു കൊടുത്തു, ഇങ്ങനെ ചെയ്ത് തരുമോ എന്ന്. പക്ഷേ കിരീടത്തിന്റെ ഷേപ്പ് പോലെയാണെന്ന് ഇപ്പൊ ചേട്ടൻ പറഞ്ഞതുകൊണ്ട് കിരീടത്തിന് കുറച്ച് ഒരു ഓർമ്മ പെട്ടെന്ന്. മോഡലിംഗ് ടൈമിൽ 2 തവണ കിരീടം വെച്ചിട്ടുണ്ട്. 2005 മിസ്റ്റർ വാൻഡ്രമായിട്ടും 2010 മിനി സ്ക്രീൻ മഹാറാണിയായിട്ടും 2 പ്രാവശ്യം സൗന്ദര്യ മത്സരത്തിൽ കിരീടം കിട്ടിയിട്ടുണ്ട്. ചേട്ടാ, തിരുവനന്തപുരത്തെ സുന്ദരി, തിരുവനന്തപുരത്തുകാരിയാ, എനിക്കറിയാലോ. ഇനി അടുത്ത് പറയാൻ പോകുന്ന സംഭവം എന്ന് പറഞ്ഞാൽ ഞാൻ എപ്പോഴും ഇനിയെ ആലോചിക്കും, ഓർക്കും. അത് എപ്പോഴാണെന്നറിയോ? പ്രത്യേകിച്ച് ഒരു പാട്ട് കേൾക്കുമ്പോ, സെൽഫി പുള്ളേ ഇനിയ ചേട്ടാ, ഞാൻ എപ്പോഴും ഇനിയ ഉമ്മ കേൾക്കുന്നത്. അങ്ങനെയെങ്കിലും എന്നെ ഓർക്കുന്നുണ്ടല്ലോ. താങ്ക്സ്. ഇല്ല, നിങ്ങളെ ഓർക്കാൻ നമുക്ക് ഈ അടുത്ത സമയത്ത് റിലീസായി ഗംഭീരമായിട്ട് ഓടിയ ഒരു കിടിലൻ ചിത്രമുണ്ട്, അമർ അക്ബർ അന്തോണി. ആ സിനിമ കണ്ട ഒരാൾക്കും ഇദ്ദേഹത്തിനെ മറക്കാൻ സാധിക്കില്ല. എപ്പോഴും ഇങ്ങനെ ഓർത്തുകൊണ്ടിരിക്കും. യെസ്, പ്രേമം എന്നാൽ എന്താണ് പെണ്ണെ എന്ന് പൃഥ്വിരാജ് ചോദിക്കുന്നത് ഇദ്ദേഹത്തിനോടാണ്. പ്രേമം എന്നാൽ എന്താണ് പാടൂലേ? പാടും. എനിക്ക് ആ സിനിമയെ കുറിച്ച് അറിയണം ശരിക്കും. പിന്നെ ഈ പാട്ട് സീൻ കണ്ടപ്പോൾ ഞാൻ കരുതി ഇത് തമിഴ്നാട്ടിലെ വല്ല നടിയാണോ. കാര്യം ലുക്കിലും ആ ചെയ്ത്തിലും ചെയ്യുന്ന രീതിയും എല്ലാം വെച്ചിട്ട് തമിഴോ ഹിന്ദിയോ അങ്ങനെയുള്ള ആക്ട്രസ് ഒക്കെ വന്ന് ചെയ്യുന്ന മാതിരിയാണ് എനിക്ക് തോന്നിയത്. ഇനിയാണെന്നുള്ളത് മലയാളികൾക്ക് കുറച്ചു പേർക്ക് അറിയാവൂ. എന്തായാലും പലർക്കും കുറച്ചു സമയം കഴിഞ്ഞപ്പോഴാണ് ഇങ്ങനെ കത്തി വന്നത്. അതെ,
അപ്പോ മനസ്സിലായില്ലെങ്കിൽ ഇതാ വീണ്ടും പറയാണ്, ഇനിയാണ് പ്രേമമെന്നാൽ എന്താണ് പെണ്ണേൽ ഡാൻസ് ചെയ്തേക്കുന്നത്. ശരിക്കും ചോദിക്കാണ്, പ്രേമമെന്നാൽ എന്താണ് പെണ്ണെ? പ്രേമം ഉണ്ടോ? എനിക്ക് അറിഞ്ഞൂടാ. ഉണ്ടായിട്ടുണ്ട്. ലിസ്റ്റ് ഇപ്പൊ ഞാൻ എടുക്കും. എത്ര ഉണ്ടായിട്ടുണ്ട്, പക്ഷെ ഇപ്പൊ ഇല്ല. ഇപ്പൊ ഭയങ്കര ബിസിയാ. പ്രേമിക്കാൻ സമയമില്ല. അത് പ്രൊഫഷൻ, സ്റ്റഡീസ്, ഡാൻസ് ക്ലാസ് അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു. എന്തിനാണ് സ്റ്റഡി? BBA സെക്കൻഡ് ഇയർ, അടുത്ത തേർഡ് ഇയറിലേക്ക് മൂവ് ചെയ്യുന്നു. പിന്നെ MBA എടുക്കണമെന്നാണ് ആഗ്രഹം. അത് കഴിഞ്ഞിട്ട് പ്രൊഫഷണലായിട്ട് ബിസിനസ് ഓറിയന്റഡ് ആയിട്ടോ അല്ലെങ്കിൽ പ്രൊഡക്ഷൻ സംബന്ധപ്പെട്ട കാര്യം എന്തെങ്കിലും ചെയ്യണമെന്നാണ്. പിന്നെ ആക്ടിങ്ങും കൊണ്ടുപോകണം, ഡാൻസും കൊണ്ടുപോകണം. എല്ലാം വേണം, ചുരുക്കി പറഞ്ഞാ. എല്ലാം വേണം. കുടുംബം അത് ഉണ്ടല്ലോ, ഫാമിലി ഉണ്ട്. അത് സ്വാഭാവികമായിട്ട് താനേ വന്നു ചേരും എന്ന് പ്രതീക്ഷിക്കുന്നു, ദൈവം സഹായിച്ച്. പിന്നെ ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ഇപ്പോഴും സൗന്ദര്യം കഴിഞ്ഞ എപ്പിസോഡിൽ വന്ന പോലെ അല്ല, ഇപ്പോഴും സൗന്ദര്യം കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഇതിന് എന്താണ് ചെയ്യുന്നത്? പ്രേമം എന്തായാലും ആ സോങ് ചെയ്യുമ്പോൾ ഇത് കുറച്ച് ബൾക്കി ആയിട്ടുണ്ടായിരുന്നു. കാരണം അതിൽ കുറച്ചുകൂടെ ഭയങ്കര സെക്സി ആയിട്ടുള്ള ഒരു ബബ്ലി അപ്പിയറൻസ് ആയിരുന്നു. ആക്ച്വലി അത് ഞാൻ മലയാളം മൂവിക്ക് വേണ്ടി വെയിറ്റ് ഇട്ട സമയത്ത് പെട്ടെന്ന് ആ സോങ് വിളിച്ചപ്പോൾ ചെയ്തു. അപ്പോൾ അത് തന്നെ ആ സോങ്ങിനൊരു പ്രത്യേക അട്രാക്ഷനായി. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് തമിഴിൽ പൊട്ട് എന്ന് പറഞ്ഞിട്ട് മൂവി. ഹീറോ ഭരത്താണ്, ഡയറക്ടർ വടിവ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ആ മൂവിക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ഷട്ട് ഡൗൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇവിടുത്തെ കലാപരിപാടികൾ ഇനിയൊക്കെ കാണണ്ടേ? അതെ. അപ്പോൾ കുറച്ച് സമയം നമ്മുടെ ഗസ്റ്റ് സീറ്റിലേക്ക് ഇരിക്കാം. താങ്ക് യു. എന്തോ മനുഷ്യരുടെ തൊള്ള തുറക്കുന്ന നിങ്ങള് എന്താ? മണി 10 കഴിഞ്ഞ് പണിക്ക് പോകല്ലേ? അപ്പൊ നിങ്ങൾ ഇന്ന് പണിക്ക് പോകുന്നില്ല കടപ്പുറത്ത്? ഞാൻ എത്ര വർഷമായി പണിക്ക് പോയിട്ട്? അപ്പൊ ഇന്നും പോകുന്നില്ല? ഞാൻ എങ്ങനെ പോയാ എത്ര വർഷമായിട്ട് പണിക്ക് പോയിട്ട്? എടി, നമ്മുടെ ഈ വീടിന്റെ വാതിക്ക് ഏത് തുറമുഖം വരാൻ പോയല്ലേ, വിഴിഞ്ഞ തുറമുഖ പദ്ധതി, അത് വരട്ടെ, എന്നിട്ട് ഞാൻ പണിക്ക് പോവാം. അപ്പൊ ഈ ജന്മ ഇയാള് പണിക്ക് പോകുന്നില്ലെന്നുള്ളത് സത്യമായി. നമ്മള് വിഴിഞ്ഞത്തുകാർക്ക് ഒരു ഭാഗ്യടി ഈ തുറമുഖം ഇങ്ങ് വരട്ടെ. എനിക്ക് ഒരുപാട് രാഷ്ട്രീയക്കാർ വാക്ക് തന്നിട്ടുണ്ട്. നീ ഒരു കാര്യം ചെയ്യും, അതൊരു 100 എടുത്തുണ്ടോ? എന്തിന്? രാവിലെ ചെറിയ പരിപാടി ഉണ്ട്. ഞാൻ ജോലിക്ക് പോയിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ കൂട്ടുകാർക്കും കള്ളുഷാപ്പിൽ പോയി വെള്ളം അടിക്കാനല്ലേ? തരാം 100 രൂപ. ഒരുങ്ങിയിരുന്നോ? എന്തെങ്കിലും പൈസ തന്നിട്ട് പോടി. നിങ്ങൾ പോയി ജോലി ചെയ്യും മനുഷ്യ. നീ ഇന്നത്തെ പത്രത്തെ കണ്ടില്ല, കടലിൽ ഇറങ്ങാൻ പറ്റിയല്ല, കാറ്റും കോളും ഭയങ്കര പ്രശ്നം. നിങ്ങളെ ഗുഡായിപ്പ കൂട്ടുകാരുടെ അടുക്കൽ എടുത്താൽ മതി, എന്റെ അടുക്ക വേണ്ട കേട്ടോ. വർഷങ്ങൾക്ക് മുമ്പുള്ള പത്രമായിട്ടാണ് വന്നേക്കുന്നത്. ഈ ഉഷ്ണകാലത്ത് എവിടെ മനുഷ്യ കാറ്റും കോളും ഒക്കെ വരുന്നേ? നീ 10 രൂപ 100 എടുത്ത് ഞാൻ ഇപ്പൊ വരാം. 100 രൂപ. ഇയാളുടെ കൂടി ഇങ്ങനെ പോയാൽ ശരിയാവത്തില്ല. ഇത് അവസാനിപ്പിക്കണം. അയാൾക്ക് ഇന്ന് കൊടുക്കുന്ന ചായയിൽ വിമ്മ് കലക്കിയാലോ? അതാകുമ്പോ 2 ദിവസം വീട്ടിലും കാണും, അയാളുടെ കുടിയും നിൽക്കും. ഇവനെ പോലുള്ളവർക്ക് ഇങ്ങനെ മതിയോ? ശരി, പത്രവാളി പോണ പോലെ പോണം. അർത്തുങ്കലെ പള്ളിയിൽ ചെന്നിട്ട് ഈശോയെ കണ്ടിട്ടും നോശാന പാടാ. കബഡി ഓടല്ലേ, കബഡി 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 കളിക്കരുത്, കബഡി കബഡി. അച്ഛന്റെ സ്വഭാവം എടുപ്പിക്കരുത്. അവിടെ നിൽക്കി ക്ലീറ്റസേ, അവിടെ നിൽക്കി. എന്നെ കാണുമ്പോ കുരിച്ചു കണ്ട സൈത്താനെ പോലെ നീ ഇങ്ങനെ ഓടരുത്. ഓടിയതല്ല, പിന്നെ എക്സർസൈസ്. രാവിലെ എക്സർസൈസ്. എടാ, നീ എത്ര ആഴ്ചയാടാ പള്ളി വന്നിട്ട്? 4 ആഴ്ചയായി പള്ളി വന്നിട്ട്. നിനക്ക് ദൈവഭയം ഉണ്ടോടാ? നിനക്ക് ദൈവഭയം ഉണ്ടോടാ? നീ എത്ര ആഴ്ചയാടാ പള്ളി വന്നിട്ട്? അച്ഛാ, എനിക്ക് നല്ല വിശ്വാസമുണ്ട്. ദൈവത്തിന് ഭയങ്കര ഭയമാണ്, അറിയാവോ? എന്നിട്ടാണോടാ നീ പള്ളിയിലോട്ട് ഇറങ്ങാത്തത്? ഭയമുള്ള ആരെങ്കിലും പള്ളി വരുവാ? പേടിയല്ലേ? ദൈവത്തിന്റെ പേടിയല്ലേ എനിക്ക്, അങ്ങനെ ഞാൻ വരും. ദൈവത്തിന്റെ സ്നേഹം നിനക്കുണ്ടോടാ? ദൈവത്തിന്റെ സ്നേഹം നിനക്കുണ്ടോ? അങ്ങനെ പറയല്ലേ, അതിപ്പോ അച്ഛൻ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ഈ നാട്ടുകാരോട് ചോദിച്ചു നോക്കണം. ദൈവത്തിന് എന്നോട് ഭയങ്കര സ്നേഹമാണ്. സിനിമാക്കാര് സിനിമ വരെ ഇറക്കി. എന്ത് സിനിമ? ദൈവത്തിന്റെ സ്വന്തം ക്ലീറ്റസ്. എന്റെ കഥ അച്ഛൻ വന്ന് കണ്ടില്ലേ? എന്റെ ശബ്ദം കേട്ടപ്പോഴേ അവള് കാപ്പിയും എടുത്ത് കൊണ്ടുപോവാ. അയ്യോ, അത് ചേട്ടനുള്ള കാപ്പിയാ. അവൻ കൊറേ ഇങ്ങോട്ട് കൊണ്ടുപോവാ. അയ്യോ, അത് അച്ഛ ചേട്ടൻ, ഞാൻ വേറെ കാപ്പി. അച്ഛന് കൊടുക്കാനേ? പിന്നല്ലാതെ. ഒരു വീട്ടിൽ അതിഥി വരുമ്പോ മാന്യമായിട്ട് സ്വീകരിക്കണം. അച്ഛാ, ഇതൊക്കെ എന്നോട് ഭയങ്കര സ്നേഹമാണ്. അതുകൊണ്ടാണ് എനിക്ക് അച്ഛന്റെ മുമ്പിൽ വെച്ച് പോലും എനിക്ക് തന്നോന്ന് പറഞ്ഞത്. കൈപുണ്യം. കൈപുണ്യം ഉണ്ട് കേട്ടോ. കയ്യില് കാശില്ലെന്ന് മാത്രമേ ഉള്ളൂ, പുണ്യമുണ്ട്. അതെ അതെ അതെ. ഈ ഇടവേള ഇത്രയും നാളും വന്ന സ്ഥിതിക്ക് ഈ ഒറ്റ വീടുകളിൽ നിന്ന് ഇതുപോലത്തെ ഒരു നല്ല കാപ്പി കുടിച്ചിട്ടില്ല. ആണല്ലേ? നല്ല കാപ്പി, നല്ല നല്ല ഉഗ്രനായിട്ട് പാചകം ചെയ്യും. പക്ഷെ കയ്യിൽ പൈസ ഒന്നുമില്ല, ചോദിച്ചാൽ തരത്തില്ല. ഞാനൊരു ദുഃഖവാർത്ത പറയാൻ വന്നത്. അയ്യോ, എന്നാ പറ്റിയ? ഞാൻ ഇടവേയിൽ നിന്ന് പോയിട്ട് മൂലമറ്റ ഇടവേലോട്ട് ചാർജ് എടുക്കാൻ പോകും. അതൊരു സന്തോഷമുള്ള കാര്യമല്ലേ? അല്ല, അത് ദുഃഖാണ് അച്ഛോ, ദുഃഖാണ്. അത് ദുഃഖമുള്ള കാര്യമാണ്.
അച്ഛൻ മൂലമറ്റത്തേക്ക് പോവുകയാണല്ലേ? മൂലമറ്റം ഇടവയിലോട്ട് പോകും. മൂലമറ്റം ഭയങ്കര പ്രശ്നമുള്ള ഏരിയ. മൂലമറ്റം പ്രശ്നമുള്ള ഏരിയ ആയിരുന്നല്ലേ? നല്ല നല്ല ഗ്രാമ അന്തരീക്ഷത്തിൽ നല്ല പച്ചപ്പായിട്ട് കിടക്കുന്ന ഒരു പാവം ഗ്രാമമാണ്. നല്ല ഇടവ് വിശ്വാസികളാണ് അവിടെ ഉള്ളത്. മൂലമറ്റം എന്ന് പറഞ്ഞ ഒരു പ്രശ്ന ഏരിയ അല്ല അച്ചോ. ഈ വിഴിഞ്ഞം വിട്ടു പോകണ്ട, ഇവിടെ ഇപ്പം ശാന്തമാണ്. മൂലമറ്റത്ത് ഭയങ്കര വെട്ടും കുത്തും കൊലപാതകമൊക്കെ നടക്കുന്ന സ്ഥലമാണ്. എന്റെ ക്ലീറ്റസേ, മൂലമറ്റമാണ് ഇപ്പൊ ശാന്തമായിട്ട് നിൽക്കുന്നത്. മൂലമറ്റത്ത് ഒരു പ്രശ്നവുമില്ല, മൂലമറ്റം ശാന്തമാണ്. മൂലമറ്റത്ത് പ്രശ്നമാണെന്ന് എനിക്കറിയാലോ. മൂലമറ്റം പ്രശ്നം, മൂലമറ്റത്ത് ഒരു ശാന്തമാണ്. അപ്പൊ മൂലമറ്റത്ത് പ്രശ്നമൊന്നും ഇല്ല. ക്ലീറ്റസേ, ഈ മൂലമറ്റത്ത് ചെറിയൊരു വിഷയങ്ങൾ തുടങ്ങി. അച്ഛനല്ലേ പറഞ്ഞത് മൂലമറ്റത്ത് പ്രശ്നമൊന്നുമില്ല? മൂലമറ്റത്ത് വിഷയങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഇല്ലെന്നേ. കയ്യെ പിടിക്കരുത്. മൂലമറ്റത്ത് വിഷയമില്ല. കാരണം ഞാൻ പറഞ്ഞുതരാം. അച്ഛൻ ഒരു കാര്യം ഒരു പ്രാവശ്യം പറഞ്ഞു, പിന്നെ മാറ്റി പറയരുത്. അച്ഛൻ ഏതായാലും മൂലമറ്റത്ത് പോകല്ലേ? ക്ലീറ്റസേ, നീ വലിച്ച് വിഷയങ്ങൾ ഉണ്ടാക്കരുത്. മൂലമറ്റത്ത് വിഷയം ഉണ്ടാവും. അച്ഛോ, ഈ മൂലമറ്റത്തല്ലേ വെള്ളച്ചാട്ടം ഉള്ളത്? മൂലമറ്റത്ത് വെള്ളം ചാടേണ്ട വരും. അല്ല, അവിടെ നീ കറണ്ട് ഉൽപ്പാദിപ്പിക്കുമല്ലേ? കറണ്ട് ഉൽപ്പാദിപ്പിക്കേണ്ടവർക്ക് കറണ്ട് ഉൽപ്പാദിപ്പിക്കാം. അച്ഛോ, അച്ഛൻ എന്നോട് ക്ഷമിക്കണം. എനിക്ക് കുമ്പസാരിക്കണം അച്ഛോ, കുമ്പസാരിക്കണം. എടാ നാറി, ഞാൻ ഇടവകയിൽ വന്നെന്റെ അന്ന് തൊട്ട് ഇന്നലെ വരെ നിന്നോട് ഞാൻ പറഞ്ഞു കുമ്പസാരിക്കാൻ പാടാ. ഇന്ന് തന്നെ നിനക്ക് മനഃപൂർവ്വം കുമ്പസരിക്കണമല്ലേ? അല്ല, അർത്ഥം വെച്ച് സംസാരിക്കണം. എനിക്ക് കുമ്പസാരിക്കണം. എന്റെ മൂലമറ്റം വിഷയങ്ങൾ ഉണ്ടാക്കരുത് വലിച്ച്. അച്ഛോ, ഞാൻ ഒരു കാര്യം പറയട്ടെ. ഏതായാലും ഈ വീട്ടിൽ ചെറിയ പ്രശ്നങ്ങളുണ്ട്, അത് പരിഹരിച്ചിട്ട് വേണം അച്ഛൻ പോകാനായിട്ട്. മൂലമറ്റത്ത് ചെറിയ ശാന്തത വന്നു തുടങ്ങിയിട്ടുണ്ട്. അച്ഛൻ തന്നെ ഇങ്ങനെ രണ്ട് രീതിയിൽ വർത്തമാനം പറയല്ലേ? എന്താണ് നിങ്ങൾ തമ്മിലുള്ള വിഷയങ്ങൾ? എന്താന്ന് വെച്ചാൽ ഞാൻ പണിക്ക് പോണില്ലെന്നാണ് ഇവിടെ പറയുന്നത്. അതായത് നമ്മൾ വിഴിഞ്ഞത്തുകാരാണല്ലോ. ഇവിടെ വിഴിഞ്ഞം തുറമുഖം പദ്ധതി വരികയാണ്. വരാന്ന് പറഞ്ഞിട്ട് കുറേ നാളായി. ഞാൻ ചോദിക്കട്ടെ, ഈ രാഷ്ട്രീയക്കാരുടെ ഈ വൃത്തികെട്ട വാക്കുകൾ കേട്ടിട്ട് നിനക്ക് ഈ വിവരവും വിദ്യാഭ്യാസവും ഉണ്ടോടാ ക്ലീറ്റസേ? വിവരവും വിദ്യാഭ്യാസവും ഉണ്ടോടാ നിനക്ക്? അങ്ങനെ പറയരുത്. എന്ത് വിദ്യാഭ്യാസം എന്ന് മാത്രം പറയരുത്. അതെന്ത്? കുടിയന്മാരെ അടച്ചാക്ഷേപിക്കരുത്. പിന്നല്ലാതെ കുടിയന്മാർക്ക് വിദ്യാഭ്യാസമുണ്ട്. എന്ത് വിദ്യാഭ്യാസം ഉണ്ടാ കുടിയന്? കുടിയന്മാര് ഏറ്റവും കൂടുതൽ ഇംഗ്ലീഷ് സംസാരിക്കുന്ന കുടിയന്മാരാണ്. ഇംഗ്ലീഷ് സംസാരിക്കുന്നത് കുടിയന്മാരാണ്? എന്ത് ഇംഗ്ലീഷ്? ഞാൻ തെളിയിച്ചരാച്ചോ. ഒരു കുടിയന്റെ രാവിലെ ഒരു ദിവസം കേൾക്കണം അച്ഛന്. എങ്ങനെയാ തുടങ്ങുന്നത്? രാവിലെ എഴുന്നേക്കും, ഏർലി മോർണിംഗ്, ഗോയിങ് ടു ബിവറേജ്, ഫുള്ള്, പൈന്റ്, ക്വാർട്ടർ, ബില്ല്, ടച്ചിങ്, ഡിസ്പോസിബിൾ ഗ്ലാസ്, മിനറൽ വാട്ടർ, ഡ്രിങ്കിങ്, വോമിറ്റിംഗ്, സ്ലീപ്പിംഗ്, ഏർലി മോർണിംഗ്, കണ്ടിന്യൂ. അപ്പൊ ഏറ്റവും കൂടുതൽ ഇംഗ്ലീഷ് വാക്ക് സംസാരിക്കുന്നത് ഞങ്ങളല്ലേ. അപ്പൊ വിവരമില്ലെന്ന് പറയരുത്, അത് ശരിയല്ല. എന്റെ ക്ലീറ്റസേ, അച്ഛൻ അറിയാവോ, ഈ പ്രാവശ്യം പഞ്ചായത്തിൽ 40,000 രൂപ ലോൺ കിട്ടിയത് ഈ മനുഷ്യന്. ആ പൈസ എവിടെ പോയെന്ന് പോലും എനിക്കറിയത്തില്ല. അച്ഛനും ചോദിച്ചു നോക്കിയാ. പഞ്ചായത്തിൽ നിന്ന് 40,000 രൂപ ലോൺ എടുത്തിട്ട് നീ അത് എന്ത് ചെയ്ത് ക്ലീറ്റസേ? ടച്ച് മൊബൈൽ മേടിച്ചു. എന്തോന്ന്? ടച്ച് മൊബൈൽ മേടിച്ചു. ഉടുതുണിക്കും മറുതുണി ഇല്ലാത്ത നീ ഒരു വേലയ്ക്കും കൂലിക്കും പോകാതെ ടച്ച് സ്ക്രീൻ വെച്ച് എന്തോന്ന് ചെയ്യാൻ? ആ പൈസയ്ക്ക് ഒരു നല്ല ജേഴ്സി പശുവിനെ മേടിച്ചായിരുന്നെങ്കിൽ അതിനെ കറന്ന് 3 നേരം കൊടുത്താൽ ഈ കുടുംബം പൊന്നുപോലെ ജീവിക്കാവല്ലോടാ. ആ 40,000 രൂപ കൊടുത്ത ജേഴ്സി പശുവിനെ മേടിച്ചാൽ 3 നേരം കറക്കാം. ഞാൻ അതിന്റെ എതിലും വഴി ഫേസ്ബുക്കിൽ കയറും. പാല് വഴി ഞാൻ അതിന്റെ എതിലും വഴി ഗൂഗിളിൽ കയറും. ചാണകം ഉരുട്ടി. വാട്സപ്പ് ഉണ്ടാ, ഒരു തുറന്ന വായല്ലേ ഉള്ളു പശുവിന്. മൊബൈലിന് മൊബൈലും പശുവിന് പശു. അതാണ് അച്ഛൻ അങ്ങനെ പറയുന്നത്. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. അച്ഛോ, എപ്പോഴും കൈ തന്നെ ഇരിക്കട്ടെ. അച്ഛോ, ഒരു കാര്യം, ഇന്ന് ഞാൻ ഇവിടെ തറക്കല്ലിടാൻ വരുന്ന വിവരം അച്ഛൻ പത്രത്തിൽ വായിച്ചു കാണും. ഞാൻ വായിച്ചായിരുന്നു, ഒരു തറ കല്ലിടാൻ വരുന്നുണ്ട്. അച്ഛോ, കൂടുതൽ തന്നെ കളിയാക്കരുത്. ഈ ഇടവകയിലും ഈ പഞ്ചായത്തിലും എന്തെല്ലാം നല്ല നല്ല കാര്യങ്ങൾ ഞാൻ ചെയ്തു. ഞാൻ ഈ പഞ്ചായത്തിൽ കലിങ്ക് കെട്ടിയില്ലേ, പാലം കെട്ടിയില്ലേ, തോട് കെട്ടിയില്ലേ. നീ ആദ്യം ഒരു പെണ്ണ് കേട്ട് ഈ നാട് കേട്ടത്. അങ്ങനെ സംസാരിക്കരുത്. നമ്മുടെ ജോലിയുടെ കാര്യം. നിന്റെ ജോലിയുടെ വിഴിഞ്ഞം പദ്ധതി എന്ന് വരുന്നത് അന്ന് തൊട്ട് നീ തന്നെ അവിടുത്തെ മെയിൻ മേശരി പോലെ എന്ത് പണി ഞാൻ നോക്കുമെന്ന്. ഈ പഞ്ചായത്തിനെ പൊന്നുപോലെ നോക്കും. നീ ഇടയ്ക്ക് 5,000 രൂപ ലോൺ ചോദിച്ചില്ല എൻ്റെ അടുത്ത്. തന്നില്ലല്ലോ. 5,000 രൂപ ലോൺ ചോദിച്ചിട്ട് തന്നില്ല. അച്ഛനറിയാലോ, ഇടക്ക് വാക്ക് മാറുക. രാഷ്ട്രീയക്കാരനാണല്ലോ. ഞാൻ ഈ ജൈവ പച്ചക്കൃഷി ചെയ്യാൻ വേണ്ടി ടെറസിന്റെ മേളിൽ. മറ്റേ മഞ്ജുവാരുടെ സിനിമ കണ്ടിട്ടാണ് ടെറസിന്റെ മേളിൽ ജൈവ പച്ചക്കൃഷിയുടെ അതിനെന്താ ലോൺ കൊടുക്കാഞ്ഞത്? ഇവന്റെ ജൈവ പച്ചക്കൃഷി എന്താണെന്ന് അറിയാമോ? എന്താണ്? കഞ്ചാവ് കൃഷി. എന്നിട്ട് വേണം പുള്ളി എന്നെ ഇവിടെ പിടിച്ചകത്തിടാൻ. കൃഷിയല്ലേ അത്? ഏത് കൃഷി? കഞ്ചാവ് കൃഷിയാണ്. കൃഷിയല്ലേ? അപ്പൊ ഞാൻ ഒരു കാര്യം പറയാം. നിന്റെ ജോലി ഞാൻ ഏറ്റു. പക്ഷെ എനിക്കൊരു കാര്യമുണ്ട്. എനിക്ക് സമയമില്ലടാ.
രാഷ്ട്രീയക്കാർ മൊത്തം ഇപ്പൊ യാത്രകളിലാണ്. എന്ത് യാത്ര? ഞാനിപ്പോ പുതിയൊരു യാത്ര തുടങ്ങി, ജനകക്ഷ യാത്ര. ജനകക്ഷ യാത്ര? അതെ. ജനരക്ഷായാത്ര എന്ന് കേട്ടിട്ടുണ്ട്. ജനകക്ഷ യാത്ര എന്താ? ജനങ്ങളെ കഷത്തിലെടുക്കുന്ന യാത്ര, അതാണ് ജനകക്ഷ യാത്ര. ഈ യാത്രയുമായി ഞാൻ മുന്നോട്ട് പൊക്കോണ്ടിരിക്കുകയാണ്, അതുകൊണ്ടാണ് എനിക്ക് വരാൻ പറ്റാത്തത്. എന്നാൽ നേതാവേ, ഞാനൊരു കാര്യം പറയട്ടെ. പറഞ്ഞോളൂ. നിങ്ങൾ ഈ രാഷ്ട്രീയക്കാരും നേതാക്കന്മാരും മന്ത്രിമാരും എല്ലാം കൂടെ ഈ കേരളത്തിനകത്ത് നടത്തുന്ന യാത്ര നേരെ കേരളത്തിന് പുറത്തേക്ക് അങ്ങ് പോയാൽ കേരളത്തിലെ ജനം രക്ഷപ്പെടും. എല്ലാരും കൂടെ ഇവിടെ പോയി കിട്ടൂല. കോമഡി പറഞ്ഞാണ്. എടാ, നിനക്ക് വേണ്ടി മന്ത്രിമണ്ഡലങ്ങളെ ശുപാർശ നടത്തി എനിക്ക് കിട്ടുന്ന നീ കോമഡി പറയുക. നിങ്ങൾ വഴക്കുണ്ടാക്കരുത്. പിന്നെ ദേഷ്യം വരൂലേ? പ്രിയമുള്ള നാട്ടുകാരെ, കഴിഞ്ഞ 5 വർഷക്കാലമായി ഈ പഞ്ചായത്തിൽ എന്താണ് നടക്കുന്നത്? അമ്മ പെങ്ങന്മാർക്കിരുന്ന് കാണാൻ കൊള്ളാവുന്ന വല്ല പരിപാടിയുമാണോ ഇവിടെ നടത്തുന്നത്? ഇവിടെ തുണി അഴിച്ചിട്ടുള്ള ആട്ടമല്ലേ നടത്തിയത്? കഴിഞ്ഞ 3 വർഷം മുമ്പ് പ്രതിപക്ഷം ഈ പഞ്ചായത്തിൽ എന്താണ് ചെയ്തത്? അമ്മ പെങ്ങന്മാർക്കിരുന്ന് കാണാൻ കൊള്ളാവുന്ന വല്ല പരിപാടിയുമാണോ? അവിടെയും തുണി അഴിച്ചിട്ടുള്ള ആട്ടമല്ലേ നടത്തിയത്? കഴിഞ്ഞ വർഷം ഈ പഞ്ചായത്തിൽ എന്താണ് സംഭവിച്ചത്? അവിടെയും തുണി. നല്ല പരിചയമുള്ള മുണ്ടച്ച. ഓ, ഇത് പൊന്നാടയാണല്ലേ? അച്ഛ പൊന്നാട ഇങ്ങനെ ചുരുട്ടി കൂട്ടിയല്ലേ കൊണ്ടുവരാനുള്ളത്. അതാണ് എന്റെ കഴുത്തിൽ ഇങ്ങനെ. എടാ രാഷ്ട്രീയക്കാരാ, തെണ്ടി, നീ താഴോട്ട് നോക്കടാ. താഴെ കുഴി വിഴിഞ്ഞ ഹാർബർ, അതിനകത്തിട്ട് നിന്നെ ഞാൻ മൂടും. താഴോട്ട് നോക്കടാ. അയ്യാ, എന്റെ മുണ്ട് എടാ. അതെ, മെമ്പർ, എന്റെ ജോലിയുടെ കാര്യം പറ. എന്റെ ജോലിയുടെ കാര്യം വാക്ക് മാറ്റി പറയരുത്. ആദ്യം ഞാൻ തറക്കല്ലിടട്ടെ, പിന്നെ എന്റെ ജോലി. അങ്ങനെ തറക്കല്ലിടണ്ട. ഇത് എത്രാമത്തെ തറക്കല്ല ഇവിടെ വന്നിടുന്നത്? ഞാൻ തറക്കല്ലിട. തറക്കല്ല് മാത്രമേ രാഷ്ട്രീയക്കാർക്ക് പരിപാടിയുള്ളൂ. ഇതാ, ഞാൻ തറക്കല്ലിടും. എന്റെ ഫ്ലക്സ് ഇവിടെ വയ്ക്കണം. 10 പേരെന്നെ അറിയാം. നിർത്ത്. നീ വന്നേ. നീ എത്രാമത്തെ തറക്കല്ല ഇടാൻ പോകുന്നത്? ഞാൻ 150ാമത്തെ തറക്കല്ലാണ്. 150ാമത്തെ തറക്കല്ല നീ. അപ്പൊ പ്രതിപക്ഷം എത്രാമത്തെ തറക്കല്ല് ഇട്ടു? അവന്മാർ 250 തറക്കല്ല് ഇവിടെ ഇട്ടു. പ്രതിപക്ഷത്തിന്റെ 250 തറക്കല്ലും നിന്റെ 150 തറക്കല്ലും കൂടെ നിരത്തി വെച്ചിട്ട് അതിനിടെ കൂടെ അങ്ങ് കോൺക്രീറ്റ് ചെയ്താൽ വിഴിഞ്ഞം പദ്ധതിയുടെ പാലം എന്നേ ഇവിടെ ഉണ്ടാക്കിയേനും. അയ്യോ അച്ഛ, ഇതെവിടെ ഓടുന്നത്? എന്റെ മൂലമറ്റ ഇപ്പൊ തകരുവേ. അങ്ങനെ വീണ്ടും എത്തിയിരിക്കുകയാണ് നമ്മുടെ ഇനിയ മഹാറാണി. തമിഴ്, തെലുങ്ക്, കന്നഡ, മലയാളം ഇത്രയും പടങ്ങളിൽ അഭിനയിച്ചിട്ടുണ്ട്. എപ്പോഴെങ്കിലും ഈ അഭിനയിച്ചുകൊണ്ടിരിക്കുമ്പോ അങ്ങനെ ചാൻസ് ഇല്ല, എപ്പോഴെങ്കിലും അങ്ങനെ ഭാഷ മാറിപ്പോയിട്ടുണ്ടോ? തമിഴിൽ നിൽക്കുമ്പോ നീ ഇങ്ങോട്ട് പാടാ, അയ്യോ സോറി, ഇത് തമിഴ്. തീർച്ചയായിട്ടും. ബേസിക്കലി എൻ്റെ മദർ ടങ് എന്ന് പറയുന്ന മലയാളം ആയതുകൊണ്ട് തമിഴ് ഡയലോഗ്സ് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴും പെട്ടെന്ന് മലയാളം കയറി വരും. പിന്നെ ഇപ്പോൾ റീസെന്റ് ആയിട്ട് ഒരു മൂവി ചെയ്തു, ട്രൈലിംഗ്വൽ, തമിഴ്, തെലുങ്കു ആൻഡ് കന്നഡ. ഇത് ഒരേ സമയത്ത് തമിഴ് ഡയലോഗ് പറയണം, തെലുങ്കു ഡയലോഗ് പറയണം, കന്നഡ ഡയലോഗ് പറയണം. ഒരേ സീനായിരിക്കും, ഒരേ ഷോട്ടായിരിക്കും. അപ്പോൾ പഠിച്ചു വെച്ച ഡയലോഗ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും തമിഴ് ഈസി ആയിട്ട് വന്നു. അത് അത്ര. പക്ഷെ മലയാളിയാണെങ്കിലും തിരുവനന്തപുരത്തുകാരിയാണെങ്കിലും ഇടയ്ക്കിടയ്ക്ക് തമിഴ് ഇപ്പോഴും ഈ തമിഴ് ചൊവ വരുന്നുണ്ട്. അതെന്താന്ന് അറിയില്ല. കൂടുതലും അവിടെ ഇപ്പൊ പാർഷ്യലി സെറ്റിൽഡ് അവിടെയാണ്. ഇനി ഇത് അപ്പോ കന്നഡ ഡയലോഗ് പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ തന്നെ നേരത്തെ പഠിച്ചു വെച്ചിരുന്ന തെലുങ്ക് ഡയലോഗ്. അപ്പൊ ഡയറക്ടർ കൺഫ്യൂഷനായി, ഇത് എന്നെ ടേക്ക് പോയിട്ടിരിക്കും, കന്നഡാവാ ഇല്ല തെലുങ്കുവാ. പെട്ടെന്ന് ഡയറക്ടറിന് തന്നെ കൺഫ്യൂഷനായി. അങ്ങനെ കുറെ അബദ്ധങ്ങളൊക്കെ പറ്റിയിട്ടുണ്ട് ഈ ലാംഗ്വേജിൽ, ഒരേ ലാംഗ്വേജിൽ ചെയ്യുമ്പോൾ. ഓക്കെ, ഈ സിനിമയും നൃത്തവും എല്ലാം കഴിഞ്ഞിട്ട് ഇപ്പോ കായിക രംഗത്തേക്ക് ഇറങ്ങി തിരിച്ചിരിക്കുകയാണെന്ന് അറിഞ്ഞു. അതിന് അഭിനന്ദനങ്ങൾ. കായിക രംഗത്ത് ബാഡ്മിന്റൺ കോമ്പറ്റീഷന് പങ്കെടുത്തിരുന്നു. അത് ഈ സിനിമ കഴിഞ്ഞതിന് ശേഷമാണോ? അതെ, അമർ അക്ബർ ആന്റോണി കഴിഞ്ഞതിന് ശേഷം സാനിയ മിർസ ആവാനുള്ള ശ്രമമായിരുന്നു? അല്ല, ഒരിക്കലും അല്ല. ജസ്റ്റ് ഒരു എന്റർടൈൻമെന്റിന് വേണ്ടി ജോയിൻ ചെയ്തതാണ്. നാട്ടുകാർക്കാണോ? നാട്ടുകാർക്കും. നമ്മൾ പബ്ലിക് ഫിഗേഴ്സ് അല്ലേ, അപ്പം മറ്റുള്ളവരെ എല്ലാവർക്കും. പിന്നെ നമ്മുടെ ടാലന്റ് കുറച്ചുകൂടെ മെച്ചപ്പെടുത്താനും നമ്മുടെ ടാലന്റ് പ്രൂവ് ചെയ്യാനായിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോമുമായിട്ടാണ് സെലിബ്രിറ്റി ബാഡ്മിന്റൺ ലീഗ്. നമ്മൾ ക്രിക്കറ്റ് ലീഗില്ലേ, CCL, അതുപോലെ CBL ദുബായിൽ വെച്ചിട്ടാണ് നടന്നത് ജനുവരി 29-ന്. തമിഴ്നാട്ടിൽ നിന്നാണോ? തമിഴ് ഇൻഡസ്ട്രിയിൽ നിന്ന് 5 ടീംസ് കോമ്പീറ്റ് ചെയ്തു. അതിൽ അരുൺ വിജയ് ടീം ലീഡറായിട്ടിരുന്ന ടീമിൽ ഞാൻ വൺ ഓഫ് ദ പാർട്ടിസിപ്പൻ്റ് ആയിരുന്നു. സോ കോമ്പറ്റീറ്ററായിട്ട് വിൻ ചെയ്തു. ഞങ്ങളുടെ ടീം വിൻ ചെയ്തു. പിന്നെ ലേഡീസ് ഡബിൾസിലും മിക്സഡ് ഡബിൾസിലും സ്പെഷ്യൽ പെർഫോമർ എന്നുള്ള കാറ്റഗറി. ഞാൻ അശ്വതിയോട് ചോദിക്കുകയാണ്, ഈ ബാഡ്മിന്റണിൽ എത്ര ഗോൾ അടിച്ചാലാണ് ജയിക്കുന്നത്? ബാഡ്മിന്റണിൽ ഗോളല്ല, സ്മാഷ്, ഷോട്ട്. അതറിയാം.
ഇനിയെ പലപ്പോഴും പാട്ട് പാടിക്കണമെന്ന് നമ്മുടെ മ്യൂസിക് ഡയറക്ടേഴ്സിന് ആഗ്രഹം തോന്നി തീർച്ചയായിട്ടും ഇപ്പോൾ ഞാൻ ചെയ്യുന്ന പൊട്ട് എന്ന് പറഞ്ഞ ഫിലിമിലെ സെൻട്രൽ ഐ മീൻ ദറ്റ് ഇൻട്രൊഡക്ഷൻ സോങ്ങിന് എന്നെ പാടിപ്പിക്കാനായിട്ട് ഡയറക്ടറും മ്യൂസിക് ഡയറക്ടറും ഇങ്ങനെ ഫോഴ്സ് ചെയ്തോണ്ടിരിക്കുകയാണ്. എല്ലാം ഉണ്ട്, പിന്നെ എന്താ പാട്ടും കൂടി ആയിക്കൂടെ എന്ന് ചോദിച്ചിട്ട് വോയിസ് ടെസ്റ്റ് ചെയ്യാനായിട്ടൊക്കെ വിളിച്ചു. പക്ഷെ ഞാൻ ചമ്മലുണ്ട് ഇങ്ങനെ വെറുതെ എന്തിനാണ് നാട്ടുകാരെ കൊണ്ട് അതൊന്നും പറയിപ്പിക്കുന്നതെന്ന് വിചാരിച്ചു. ട്രൈ ചെയ്തോക്കെ, ഇതാവുമ്പോ നമ്മുടെ സ്വന്തം സ്ഥലമാണല്ലോ, ഇവിടെ ട്രൈ ചെയ്ത് സക്സസ് ആയാലും നമുക്ക് അവിടെ പോയി പാടാം. ആവശ്യം അറിയിച്ചല്ലേ ഉള്ളൂ, അതിന് കറക്റ്റ് പിന്നെ എന്താ ഒരവസരം പാടാൻ പിന്നെ യോഗ്യത ഉള്ളവളാണോ ഇല്ലാത്തവളാണോ എന്ന് ഇപ്പൊ അറിയാം സിനിമയില്. പ്രണയസ്വരം കാതോർത്ത നേരം മറുപടിയോ മഴയായി. പ്രണയസ്വരം കാതോർത്ത നേരം മറുപടിയോ അകലെ അകലെ മുകിലലകൾ എഴുതും ഏതോ വരികൾ സജലമായി. പ്രണയസ്വരം കാതോർത്ത നേരം മറുപടിയോ മഴയായി. പ്രണയസ്വരം കാതോർത്ത നേരം മറുപടിയോ എന്താ കാര്യം ചോദിക്കട്ടെ, ഇപ്പൊ എല്ലാവർക്കും ഈ സെൽഫി എടുക്കുന്നത് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ്. അപ്പം അങ്ങനെ ഒരു സെൽഫി ഇഷ്ടമുള്ള കൂട്ടത്തിലാണോ? അതെ, എന്റെ അച്ഛൻ എപ്പോഴും വഴക്ക് പറയും, എവിടെ പോയാലും സെൽഫി സെൽഫി. ആ മുഖമാണെങ്കിലാണെങ്കിൽ ഒരു കറക്റ്റ് ആയിട്ടുള്ള ഒരു ആംഗിൾ പോലും അല്ല, കോണിയൊക്കെ സെൽഫി എടുത്തിട്ട് ഭയങ്കര ഭംഗിയായിട്ട്. ഏറ്റവും ഇഷ്ടമുള്ള സെൽഫി എപ്പോ എടുത്തത്, അല്ലെങ്കിൽ ഏത് സ്പോട്ടിൽ വെച്ച് ആരുടെ കൂടെ? ഞാൻ ഏത് ഗെറ്റപ്പ് ഇപ്പോൾ ഷൂട്ടിങ്ങിന് പോയാലും ഉടനെ മേക്കപ്പ് ചെയ്തോണ്ടിരിക്കുമ്പോഴും സെൽഫി എടുക്കും. ചെയ്ത് കഴിഞ്ഞാൽ ഗെറ്റപ്പിൽ എങ്ങനെയുണ്ടെന്നുള്ളത് സെൽഫി. പക്ഷെ അത് പബ്ലിഷ് ചെയ്യുന്ന കൂട്ടത്തിലൊന്നും അല്ല. ലൈക്ക് ഉടനടി മറ്റ് നമ്മൾ എന്ത് കാര്യം ഉണ്ടെങ്കിലും അപ് ടു ഡേറ്റ് ആയിട്ട് ഫേസ്ബുക്കിൽ അപ്ലോഡ് ചെയ്യുക, അല്ലെങ്കിൽ വാട്സാപ്പിൽ അപ്ഡേറ്റ് ചെയ്യുക, സ്റ്റാറ്റസ് അങ്ങനെ ഇടുക, അങ്ങനത്തെ പരിപാടിയൊന്നുമില്ല. ആരാധകർ സെൽഫി എടുക്കാനൊക്കെ വരും തീർച്ചയായിട്ടും. അവർ സെൽഫി എടുക്കുന്ന സമയത്ത് മര്യാദ എടുത്തെങ്കിൽ കുഴപ്പമില്ല. ഇങ്ങനെ വന്നിട്ട് കുറേ നേരം നമ്മളിട്ട് ബുദ്ധിമുട്ടിക്കും. എന്നാൽ അവർക്ക് നമ്മുടെ തലയും അവരുടെ തലയും അതിനകത്ത് ഉൾക്കൊള്ളണം കിട്ടേയില്ല. ചെറിയ ഏതെങ്കിലും ഒരു മൊക്ക ക്യാമറ ആയിരിക്കും, ഫോണും ആയിരിക്കും. ആളുകൾ എവിടെയെങ്കിലും ഒക്കെ വെച്ച് ഇങ്ങനെ ഐഡന്റിഫൈ ചെയ്യാറുണ്ടാവല്ലോ ഡെഫിനറ്റ് ആയിട്ട്. ഇപ്പൊ കേരളത്തിനെ കഴിഞ്ഞ് കൂടുതൽ ഒരു പക്ഷേ ചിലപ്പോൾ തമിഴ്നാട്ടിൽ അതുപോലെ പുറത്ത് പോകുമ്പോഴേക്കും അറിയുന്നുണ്ടായിരിക്കും. പ്രത്യേകിച്ചും ഷോപ്പിങ്ങിനൊക്കെ പോകുമ്പോൾ ചെന്നൈയിൽ കൂടുതലും മേക്കപ്പ് കോസ്മെറ്റിക്സ് മേടിക്കാനും ഡ്രസ്സ് പർച്ചേസ് ചെയ്യാനും അതുപോലെ ഡ്രസ്സ് ഡിസൈൻ ചെയ്യുന്ന ഷോപ്പിൽ സ്റ്റിച്ചിങ്ങിന് കൊടുക്കാനൊക്കെ പോകുമ്പോൾ നമ്മൾ തന്നെ പോയി അളവൊക്കെ നോക്കണ്ടേ. അപ്പോൾ പോകുമ്പോൾ വളരെ എടുക്കാൻ വേണ്ടി പോണ ലോറി ആയിട്ടാണോ ഇതൊക്കെ പറഞ്ഞു? ഈ പറഞ്ഞ ഐറ്റം എല്ലാം എടുക്കണമെങ്കിൽ ലോറി വിളിച്ചു കൊണ്ടും പോയി. ലോറി ഒന്നും ഇല്ല, വേണ്ട. ഞാൻ ഓട്ടോയിലായിരുന്നാലും ബസ്സിലായിരുന്നാലും പോകും, അങ്ങനത്തെ ജാടയൊന്നുമില്ല. ഏറ്റവും കൂടുതൽ ഇത് പറയുന്നതിന് മുമ്പ് ഏറ്റവും കൂടുതൽ പണം ചെലവാക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ഡ്രസ് വാങ്ങാനാണോ, ആഭരണങ്ങൾ ഈ ഫീൽഡിൽ വന്നതിന് ശേഷം ഓഫ് കോഴ്സ് മേക്കപ്പ് ആൻഡ് ഫുഡ്, ഐ മീൻ ഡ്രസ്. കാരണം നമ്മളിപ്പോൾ ഒരു ഫംഗ്ഷൻ ഇട്ട ഡ്രസ്സ് വന്നിട്ട് എല്ലാ വെബ്സൈറ്റിലും പബ്ലിഷ് ആവും, ഫോട്ടോസ് എല്ലാം റിപ്പീറ്റായി വന്നുകൊണ്ടേയിരിക്കും. അപ്പം വെറൈറ്റി ഓഫ് ഡ്രസ്സ് ധരിക്കുമ്പോൾ തന്നെ നമ്മളുടെ ഫാഷൻ സെൻസിനെ അപ്ഡേറ്റ് ചെയ്യുന്ന മറ്റുള്ളവർക്കൊരു പ്രചോദനമാവുകയും ചെയ്യും. മാത്രമല്ല ഒരേ ഡ്രസ്സ് തന്നെ റിപ്പീറ്റ് ചെയ്യുമ്പോൾ ഈ പെണ്ണിന് വേറെ ഡ്രസ്സൊന്നുമില്ല, ഇത് തന്നെയല്ലേ എല്ലാ ഇൻ്റർവ്യൂവിലും ഇട്ടുകൊണ്ട് നടക്കുന്നത് എന്ന് പറയും. അപ്പം അങ്ങനെ ഒരു റെപ്പറ്റീഷൻ വരണ്ടെന്ന് വിചാരിച്ച് വെറൈറ്റി ഡ്രസ്സസ് ഒക്കെ തയ്യാറാക്കാറുണ്ട്. ചിലത് ഡിസൈൻ ചെയ്യും, റെഡിമെയ്ഡ് മേടിക്കും. ഇല്ലെന്നുണ്ടെങ്കിൽ നല്ല കളർഫുൾ ആയിട്ടുള്ള ഡ്രസ്സുകൾ റെഡിയാക്കും, തയ്ച്ചു റെഡിയാക്കും. അങ്ങനെയൊക്കെ. കയ്യിലേക്ക് തിരിച്ചു വരാം. ഒരു കാര്യം പറഞ്ഞോണ്ടിരിക്കുകയായിരുന്നു, അപ്പോൾ ഇതൊക്കെ ഡിസൈൻ ചെയ്യാനൊക്കെ പേഴ്സണലി പോകണം. പേഴ്സണലി പോകുമ്പോഴത്തേനും ഒരുപാട് ആൾക്കാർ ഐഡന്റിഫൈ ചെയ്യും. അപ്പം എനിക്ക് പബ്ലിക്കായിട്ട് മിങ്കിൾ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ ഒത്തിരി നമുക്കങ്ങ് നമ്മുടെ പ്രൈവസി അങ്ങ് നഷ്ടപ്പെടുന്ന പോലെ തോന്നും. ഒരു പക്ഷേ നമ്മൾ ഈ ഫീൽഡിൽ നിൽക്കുന്നതുകൊണ്ട് നമ്മൾ ഒരുപാട് ആരാധകരുണ്ട്, നമ്മൾ ഒരുപാട് പേര് അറിയുന്നുണ്ട്, റെസ്പെക്ട് ചെയ്യുന്നുണ്ട്. അവർ നമ്മൾ വൺ ഓഫ് ദ ഫാമിലി മെമ്പറായിട്ടൊക്കെ വിചാരിച്ച് നമ്മുടെ കൂടെ വന്ന് കുശലം ചോദിക്കലും വിശേഷങ്ങൾ ചോദിക്കലും അതൊക്കെ ഒരു പാർട്ട് സന്തോഷമാണെങ്കിലും വേറൊരു സൈഡ് ഒരുപാട് നെഗറ്റീവ്സ് ഉണ്ട്. ലൈക്ക് നമ്മൾ സ്പെഷ്യലി ഗേൾസ് ആകുമ്പോഴത്തേനും നമ്മളെ ഇങ്ങനെ പിഞ്ച് ചെയ്യാനൊക്കെ ലൈക്ക് നമ്മൾ അവരെ ദേ ആർ വാച്ചിങ് എസ് ലൈവ്. അപ്പോൾ സ്ക്രീനിൽ കണ്ട ആളല്ലല്ലോ നേരിട്ട് അയ്യോ ഇത് ഒറിജിനൽ ആണോ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ടച്ച് ചെയ്തൊക്കെ നോക്കുക, ഇങ്ങനെ പിഞ്ച് കുഞ്ഞു പിള്ളേരില്ലേ. ലൈക്ക് എൻ്റെ ഈ വാഗേശ്വരവരെ സോങ് ഒക്കെ കണ്ടിട്ട് 4th സ്റ്റാൻഡേർഡ് 5th സ്റ്റാൻഡേർഡ് പഠിക്കുന്ന ഗേൾസ് ഒക്കെ വന്നിട്ട് അക്കാന്നൊക്കെ പറഞ്ഞിട്ട് ഇവിടെ വന്നിട്ട് ഇങ്ങനെ പിഞ്ച് ചെയ്തൊക്കെ നോക്കും. ഞാൻ പറയും പിള്ളേരെ വിടായിരിക്കും. മാക്സിമം പുറത്തൊക്കെ പോകുമ്പോൾ
വിത്തൗട്ട് മേക്കപ്പ് ആൻഡ് വെരി സിമ്പിൾ നീറ്റ് ലുക്കിലാണ് പോകാറുള്ളത്. പിന്നെ എന്താ പറയുക, ദർ ഇസ് പ്രോസ് ആൻഡ് കോൺസ് ഉണ്ട്. തീർച്ചയായിട്ടും. ഇനിയ സിനിമാ താരമായില്ലായിരുന്നെങ്കിൽ ഏത് പ്രൊഫഷൻ സ്വീകരിച്ചേനെ? കുഞ്ഞിലെ തൊട്ടുള്ള ആഗ്രഹം എയർ ഹോസ്റ്റസ് ആവണമെന്നായിരുന്നു. ആണ്. കാരണം പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത്, ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ടീച്ചർ ഇങ്ങനെ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കും. അപ്പം 3rd ഫ്ലോറോ 4th ഫ്ലോറോ എങ്ങാണ്ടോ ആയിരുന്നു. അമൃത വിദ്യാലയം സ്കൂളിലായിരുന്നു. അപ്പം ഈ ജനലിൻ്റെ വിൻഡോയുടെ സൈഡിലെ സീറ്റിലാണ് ഇരിക്കുന്നത്. അപ്പം ഈ ഹൈറ്റ്സിൽ ഇങ്ങനെ ഫ്ലൈറ്റ് ഇങ്ങനെ പറന്ന് പോകുമ്പോഴത്തേനും എപ്പോഴും ഇങ്ങനെ തടിയിൽ കൈവച്ചിട്ട് ഇങ്ങനെ ആലോചിക്കും, ഞാനിങ്ങനെ ഫ്ലൈറ്റിൽ പറക്കും, ഒരു നാൾ ഞാനും പറക്കും എന്നുള്ള രീതിയിൽ ഇങ്ങനെ എപ്പോഴും ഫ്ലൈറ്റിൻ്റെ ഈ സൗണ്ട് പോകുമ്പോഴെല്ലാം ടീച്ചർ ക്ലാസ്സിൽ പഠിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് ഡൈവേർഷൻ അങ്ങോട്ടാവും, ശ്രദ്ധ അങ്ങോട്ട്. എന്നിട്ട് കുറച്ച് നേരം അങ്ങോട്ട് അവിടെ നിന്ന് ടീച്ചർ വിളിക്കുന്നുണ്ടാവും, ശ്രുതി ആർ യു ലിസണിങ് എന്ന് പറയും. യെസ് മാം എന്ന് പറഞ്ഞു. അപ്പോൾ തൊട്ടേ മൈൻഡിലൊരു ആഗ്രഹമാണ് പറക്കണം, ലൈക്ക് ആകാശത്തോടെ പറന്ന് നടക്കണമെന്ന്. ഈ രംഗത്തേക്ക് കൈപിടിച്ച് ഉയർത്തിയത് ആരാണ്? എനിക്ക് തോന്നുന്നു ഞാൻ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് സുമ എന്ന് പറഞ്ഞിട്ടൊരു ടീച്ചറാണ് ആദ്യമായിട്ട് എൻ്റെ ടാലന്റ് ഐഡന്റിഫൈ ചെയ്യുന്നത്. എൻ്റെ അധ്യാപകർ തന്നെയാണ് എന്നെ കലാരംഗത്തേക്ക് കൈപിടിച്ച് ഉയർത്തിയത്. അധ്യാപകർ? അതെ. എന്തോ ദൈവമേ, ആരാ ആരാ? ഞാൻ എനിയെ പഠിപ്പിച്ച അധ്യാപകനാ. ഇനിയോ? ആ, ഇനിയ. അത് അശ്വതിയാണ്. ഇനിയ ഇതാ. ഇനിയെ പഠിപ്പിച്ച അധ്യാപകനാണോ താങ്കള്? എന്നിട്ട് ഇനിയെ കണ്ടിട്ട് പോലും നിങ്ങൾക്ക് മനസ്സിലായി? കണ്ണിന് ചെറുതായിട്ടൊരു കംപ്ലൈന്റ് ഉണ്ട്. കാഴ്ചയില്ലേ? കണ്ണ് കാണത്തില്ല. സുരാജ് ഒന്ന് നോക്കിക്കേ, ദേ ആ ഇടയ്ക്ക് കണ്ടോ, ഈ ഇടയ്ക്ക് ഇത് അങ്ങോട്ട് മാറിയിട്ട് ആ കയറിനില്ല ഒരു നൂല് പോണ കണ്ടോ? ആ നൂലിന്റെ ഇടയ്ക്ക് ഒരു പച്ച ബൾബ് കിടക്കണുണ്ടോ? അതെനിക്ക് കാണത്തില്ല. സുരാജിനെ കാണാം, എനിക്ക് കാണാം. ആ ലൈറ്റ് നിങ്ങൾക്ക് കാണാൻ പറ്റില്ല. നിങ്ങൾക്ക് കണ്ണു തുടങ്ങി വല്ല ഹോസ്പിറ്റലിലും പോക്കൂടെ? ഹോസ്പിറ്റലിൽ പോയായിരുന്നു കഴിഞ്ഞ ദിവസം ഞാൻ. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോ ആ പുള്ളിക്ക് കണ്ണ് കാണത്തില്ല. ഡോക്ടർക്ക് കണ്ണു നട്ടുവെച്ച് എന്റെ കണ്ണിലേക്ക് ടോർച്ച് അടിച്ച് നോക്കുവാന്നേ. പിന്നെ ഞാൻ അങ്ങനെ ഹോസ്പിറ്റലിൽ പോയിരിക്കും. എനിക്ക് വയ്യ, ഇയാളെയൊക്കെ എങ്ങനെയാ പറഞ്ഞ് മനസ്സിലായി? ഇത് അധ്യാപകൻ തന്നെയാണോ? ഇനിയുടെ അധ്യാപകനാണ്. ഞാൻ ഇനിയുടെ അധ്യാപകനാ. ഇനിക്ക് പേരിട്ടത് ഞാനാ. ആണോ? മാഷിനെ കണ്ടിട്ട് എനിക്ക് മനസ്സിലായില്ലല്ലോ. മനസ്സിലായില്ലേ? വലിയ വലിയ സിനിമ ആവുമ്പോ അതൊക്കെ മറക്കും. പണ്ട് ഞാൻ ഒരു പരിപാടി ഉണ്ടായിരുന്നു, പിള്ളേർക്കൊക്കെ പേരിടുന്ന ഒരു പരിപാടി. ഈ പിള്ളേരൊക്കെ ഇങ്ങനെ നിരന്നിരിക്കുന്നു, ഞാൻ എന്നിട്ട് ഇങ്ങനെ പേരുന്നു. അപ്പൊ ഇനി എഴുന്നേറ്റിട്ട്, മാഷേ എന്റെ ഇനിയ വരാം, മാഷേ എന്റെ ഇനിയാന്ന് പറഞ്ഞ് ഇനിയാന്ന് പേരം കിട്ടും. അപ്പൊ ഇനിയാന്ന് എല്ലാരും വിളിക്കണേ അല്ലേ? അതെ. കണക്കധ്യാപകനല്ലേ? അതുകൊണ്ട് ഞാൻ വെറുതെ ചോദിക്കാണ്, എനിക്കത് അറിയണമെന്നുള്ള ആഗ്രഹം കൊണ്ടാണ്. കണക്കിൽ എന്തും ഞാൻ പറയും. ഈ പൈയുടെ വില എത്രയാണ്? പയ്യുടെ വില എന്ന് പറഞ്ഞാൽ കറക്കുന്നതാണെങ്കിൽ ഒരു 45,000 രൂപ അടുത്ത് വരും. എന്തോ പയ്യേ. പിന്നെ ഈ അറക്കാൻ കൊണ്ടുവന്ന സാധനമൊക്കെ 10 15 രൂപ കൊടുത്ത 15,000 രൂപ കൊടുത്താൽ അറക്കാം. ക്രിസ്മസിനെ കറക്കുന്നില്ല നമ്മള്. പശു അല്ല ഞാൻ ഉദ്ദേശിച്ചത്, പൈ. അത് പോട്ടെ. ഈ ടാൻ തീറ്റ കോസ് തീറ്റ എന്നൊക്കെ കേട്ടിട്ടുണ്ടല്ലോ, അതിനെ കുറിച്ചൊന്ന് വിശദീകരിക്കാമോ? അതൊന്നും കൊടുത്തിട്ട് കാര്യമില്ല. ആ തീറ്റയൊന്നും കൊടുത്തിട്ട് കാര്യമില്ല. നല്ല കാലിത്തീറ്റ കൊടുത്താ ഇഷ്ടം പോലെ പാല് കിട്ടാം. പിന്നെ വേറൊരു കാര്യം, അകടിൽ നല്ല വെണ്ണ അങ്ങ് തേച്ചിട്ട് കറക്കുവാണെങ്കിൽ ഉണ്ടല്ലോ, ഒരു ഇന്ന പാല്, ഒറ്റ ബക്കറ്റ് പാല് നമുക്ക്. ശരിക്കും നിങ്ങൾ കറവക്കാരനാണോ അതോ കണക്ക് മാഷാണോ? അല്ല, ഡൗട്ട് കൊണ്ട് ചോദിച്ചതാണ്. എല്ലാം തീറ്റയായിട്ട് ബന്ധപ്പെട്ട് പൈ എന്ന് വെച്ചപ്പോ പശു എന്ന് പറയുന്നു. അല്ല, മാഷിന്റെ മക്കളൊക്കെ എന്ത് ചെയ്യുന്നു? എന്റെ മക്കൾ എന്റെ വീട്ടിലുണ്ട്. കണക്ക് മാഷാണല്ലോ ഞാൻ. അതുകൊണ്ട് അവര് ആ റൂട്ടിലുള്ള കണക്കുമായിട്ട് ബന്ധപ്പെട്ട പേരാണ് ഞാൻ ഇട്ടിരിക്കുന്നത്. ആണോ? മൂത്തുള്ള പേര് രശ്മി. രശ്മി കണക്കില്. രണ്ടാമത്തെ പേര് രേഖ. രേഖ അതുകൊണ്ട്. മൂന്നാമത്തെ പേര് ബിന്ദു. അത് കണക്കിലുണ്ട്. അതുകൊണ്ട്. നാലാമത്തെ പേര് എനിക്കറിയാം, പറയണ്ട, ഫുൾ സ്റ്റോപ്പ് ആയിരിക്കും. കറക്റ്റ് അല്ലേ? അതെ. ഈ സിനിമാ ലോകത്തേക്ക് കൈപിടിച്ച് ഉയർത്തിയത് താങ്കളാണോ? ഇനി ആ കലാജീവിതത്തിലേക്ക് കൈപിടിച്ച് ഉയർത്തിയത് ഞാനാണ്. സിനിമയിലേക്ക് പോകാൻ നേരത്ത് എന്ന് ഇടതുകാൽ കിടന്ന കടുക്കനുണ്ടല്ലോ, ഇതല്ല ഇടത്, ഇത് വലുതല്ല. മാറിപ്പോയതാ, കണക്കല്ലേ. ഇങ്ങനെ ഇടതുകാലം ഇന്ന് കടുക്കിനടുത്ത് ഞാൻ എന്റെ കൊച്ചിന് കൊടുത്തു. എന്നിട്ട് പോകാൻ നേരത്ത് ഗൽഗതത്തോടെ ഇവിടെ ഒരു കാര്യം പറഞ്ഞു, ഈ കടം ഞാൻ എങ്ങനെ വീട്ടിൽ തീർക്കും മാഷെന്ന്. ആ കമ്മലാണ് ഇപ്പോ എന്റെ അമ്മ മൂക്കുത്തിയായിട്ട് ഇട്ടിരിക്കുന്നത്. അല്ല, ഈ കഥ പറയുമ്പോൾ സിനിമ നമ്മൾ എല്ലാവരും കണ്ടതാണ്. ഈ ഗദ്ഗതത്തോടു കൂടി അന്ന് ചെറിയൊരു മുക്കുത്തിയായിട്ട് പോയതാണ്. അല്ല, അതെ, ഞാൻ ഈ വികാരത്തോട് പറഞ്ഞപ്പോ അങ്ങനെ കയ്യിൽ നിന്ന് അങ്ങ് പോയതാ. അല്ല, എനിക്ക് മനസ്സിലായി. സാറെന്താ ഇപ്പൊ ഇങ്ങോട്ട് വന്നത്? ഞാനിപ്പോ വന്നു കഴിഞ്ഞാൽ വേറൊരു അത്യാവശ്യ കേസിന് വന്ന. എന്താണ്? ഇപ്പൊ എല്ലാവരും നിങ്ങളിവിടെ ഉണ്ടല്ലോ. അതെ, ഞാൻ നമ്മളെ സ്കൂളിൽ, ഞാൻ പഠിപ്പിച്ച സ്കൂളില് ഒരു പൂർവ്വ വിദ്യാർത്ഥി സംക്രമം. പിന്നെ ഞാൻ മലയാള അധ്യാപകനല്ലോ. അപ്പൊ അതിന്റെ ഒരു പരിപാടി നടപ്പുണ്ട്. അപ്പൊ നിങ്ങൾ ഒന്ന് വരണം. ആ പരിപാടി സുരാജ് ഒന്ന് വരണം, എനിയെ വരണം, അശ്വതി വരണം. പിന്നെ വരുമ്പോഴേ
സുരാജായാലും അവിടെ വരുന്നുണ്ടല്ലോ. അതെ. സുരാജ് സ്റ്റേജിൽ കയറുമല്ലോ. ആ. കേറുമ്പോ ആ ഉമ്മൻചാണ്ടിയുടെ ആ. ആ അച്യുതാനന്ദന്റെ സൗണ്ട് ഒന്ന് എടുക്കണം. ഡാൻസ് കളിക്കും. പിന്നെ അശ്വതി വേണമെങ്കിൽ ചാടി കളിക്കും. ചാടി കളിക്കും. അല്ലെ ഡാൻസ് കളിക്കും. ആ, പിന്നെ മറ്റേ കയ്യിലുമുണ്ട് ഇരിപ്പുണ്ടോ വീട്ടില്? കൈലിമുണ്ട് എന്ന് പറയുമ്പോ മറ്റേ പഴയ കയ്യിലുമുണ്ടേ. പഴയ കൈലിമുണ്ട് അതൊക്കെ കളഞ്ഞ് അന്ന് വേറെ ഇരിപ്പില്ല വീട്ടിൽ. വേറെ ഉണ്ട്, പുതിയതുണ്ട്. അത് എടുത്തോണ്ട് വന്നം. അതെന്തിനാ? മറ്റേ കുടിയും ചെയ്യാൻ ഇട്ടോ 2-2.5 മണിക്കൂർ നല്ല പരിപാടി നമുക്ക് കളിക്കാമല്ലോ. എനിക്ക് പറഞ്ഞാൽ നമ്മളെല്ലാം കൂടെ ഈ പ്രോഗ്രാം അവതരിപ്പിക്കാനാണ് മാഷ് വിളിക്കാൻ വന്നത്. അല്ല അതൊക്കെ പ്രോഗ്രാം ഒക്കെ നമ്മൾ വന്ന് ചെയ്യാം. എന്ത് തരും? ഇതുവരെ അങ്ങോട്ടും ഇല്ല ഇങ്ങോട്ടും ഇല്ല. ഒരു 5000 രൂപയുണ്ട്. നിങ്ങൾക്ക് ആവശ്യത്തിനുള്ള പൈസ ഉണ്ട്. പിന്നെ എല്ലാം കഴിഞ്ഞിട്ട് സുരാന് വേണമെങ്കിൽ എന്താന്ന് വെച്ച് എടുക്കുകയും ചെയ്യും. എല്ലാവരും പറഞ്ഞു കിട്ടുകയും കിട്ടുകയും ചെയ്യും. 5000 രൂപ. ആ, നിങ്ങളുടെ കൂടെ എത്ര പേരുണ്ട്? ഞങ്ങളുടെ കൂടെ മൊത്തം 500 പേരുണ്ട്. 500 പേരാണ് ആ പ്രോഗ്രാം കാണാനായിട്ട് അവിടെ ഇരിക്കുന്നത്. അതെ. ഒരു കാര്യം ചെയ്യും, നാളെ അവരെ എല്ലാം ഇങ്ങോട്ട് കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഫ്രീ ആയിട്ട് പരിപാടിയും കാണാം, നമുക്ക് ഓഡിയൻസ് ആയി. അപ്പൊ 5000 രൂപ. 5000 രൂപ സാറെടുത്തോ? അത് ഐഡിയ. അതെനിക്ക് പോയില്ല. ഇത്രോ നേരം ഈ കണക്കുമായിട്ട് എനിക്കത് പോയില്ല. അതാണ്. എന്നാ പിന്നെ കുഴപ്പമില്ല. ശരി. ഞാൻ അവരെയൊക്കെ വിളിച്ചോണ്ടെങ്കിൽ വന്ന അടുത്ത പരിപാടി ദിവസം എന്നെ ഒന്ന് വിളിച്ചറിയിച്ചാൽ മതി. ഇപ്പൊ പോവല്ലേ? ഞാൻ പോയേക്കുവാ. ആ, പോ. ഇനി ഞാൻ പോട്ടെ. ശരി മാഷ്. അച്ഛൻ ശരി സാർ. ഓ ശരി എന്നാ. ഓക്കേ. ഇങ്ങനെ എനിക്ക് തോന്നിയില്ലെന്നേ. ഇനി വളരെ രസകരമായിട്ടുള്ള അശ്വതി റൗണ്ടാണ്. അതിന്റെ ചോദ്യങ്ങളെല്ലാം ഇതിനകത്തുണ്ട്. അപ്പൊ കണ്ടാ തോന്നുന്നു സുരാജേട്ടൻ ഫുൾ എഴുതി തന്ന. എന്നാ അങ്ങനൊന്നുമില്ല, ചേട്ടൻ ഇത് കണ്ടിട്ടില്ല. അതുകൊണ്ട് ചേട്ടന് വേണമെങ്കിൽ ആൻസർ പറയാം. ഓക്കെ, ആദ്യ ക്വസ്റ്റ്യൻ. ഇത് നമ്മുടെ തോളിലിരിക്കും, പക്ഷെ നമ്മളെ മുകളിൽ എത്താൻ സഹായിക്കും. നമ്മുടെ തോളിൽ ഇരിക്കുന്ന ഒരു വസ്തുവാണ്, അല്ലെങ്കിൽ നമ്മുടെ തോളിൽ വെക്കാവുന്ന ഒരു വസ്തുവാണ്, പക്ഷെ നമ്മളെ മുകളിൽ എത്താൻ സഹായിക്കാൻ ഇതിന് കഴിയും. എന്താണ് ഈ വസ്തു? ഹാർഡ് വർക്ക്. ഹാർഡ് വർക്ക് ഒന്നുമല്ല, അങ്ങനത്തെ സംഭവങ്ങളൊന്നുമില്ല. ഇത് ശരിക്കും നമുക്ക് ടാൻജിബിൾ ആയിട്ടുള്ള ഒരു ഫിസിക്കൽ സംഭവമാണ്. ലാഡർ. 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 ഏണി. ലാഡർ. ഏണി. ഏണി. തോളിലിരിക്കും, മുകളിൽ കയറാൻ സഹായിക്കും. നമുക്ക് തോളിൽ കയറണമെങ്കിൽ യൂസ് ചെയ്യാം. അതായത് പറഞ്ഞത് ഒരു കടങ്കഥയായിരുന്നു. ഓക്കെ, കറക്റ്റ് അറിയാത്. പുറകിൽ തലയുള്ള ജീവി ഏത്? പുറകിൽ തലയുള്ള ജീവി. പിന്നിൽ തലയുള്ളൊരു ജീവി എന്ന് പറഞ്ഞാൽ മതി. സീരിയസ് ആയിട്ട് ഫണ്ണി. ഇത് ഫണ്ണി ക്വസ്റ്റ്യൻ. പുറകിൽ തലയുള്ള ജീവി. പുറകിൽ തലകീഴായിട്ടിരിക്കുന്ന വവ്വാല്. പുറകിൽ തല. പുറകിൽ തല ഉള്ള ജീവി. ഈശ്വരാ, എനിക്ക് അയ്യോ, തല പുറകിലുള്ള ജീവി അറിയില്ല. എന്തോ വലിയ സംഭവമായിട്ട് അറിയാന്നുള്ളവരെ ചോദിക്കും. എനിക്കറിയില്ല. പുറകിൽ തലയുള്ള ജീവി. മുതല. മുതല. മുതലയുടെ പുറകിലല്ലേ തല? ആദ്യമല്ലോ, മൂ കഴിഞ്ഞിട്ടല്ലേ തല വരുന്നത്. ഓ, തല രണ്ടാമത് പുറകിലാണ്. അത്ര ഉദ്ദേശമുള്ളൂ. ഓക്കെ, നമ്മുടെ തേർഡ് ക്വസ്റ്റ്യൻ. ഔഷധ ഗുണമുള്ള ഒരു ആയുധം. ഔഷധ ഗുണമുള്ള നടനുണ്ട്, കൊല്ലം തുളസി. ഇത് ഏകദേശം അതുപോലെയൊക്കെ ഉള്ള ആൻസർ ആയിട്ട് വരും. ഔഷധ ഗുണമുള്ള ഒരു ആയുധം. ഔഷധ ഗുണം. ആയുധങ്ങളുടെ ഒക്കെ പേര് മലയാളത്തിൽ ഒന്ന് ആലോചിച്ച് നോക്കും. നമുക്ക് എന്തൊക്കെ ആയുധങ്ങൾ? വാൾ, കത്തി, പിന്നെ ഇങ്ങനെ വളഞ്ഞിരിക്കുന്ന ഒരു സാധനം. ഇങ്ങനെ നെല്ലൊക്കെ ഇങ്ങനെ പാകുന്ന സാധനം. അരിവാള്. അരിവാള്. പിന്നെ ഔഷധ ഗുണമുണ്ട് ഇതിന്. ഈശ്വര, ഇടിയാട്ടോ. ഇവിടെ ഔഷധ ഗുണമുള്ള ഒരു ആയുധം. ചേട്ടാ, ആയുധം അല്ലെങ്കിൽ ഇതൊരു എന്താണ്, ഒരു ഹെർബൽ സാധനമാണ്. ഔഷധ. ചെടിയാണോ അതോ? ചെടിയല്ല, ആയുധമാണ് ശരിക്കും. ഇപ്പൊ നമ്മൾ ഈ പറഞ്ഞ ഈ കാറ്റഗറിയിലൊക്കെ പെടും. ഇപ്പൊ നമ്മള് കത്തി, കത്തി, വാള് എന്നൊക്കെ പറഞ്ഞില്ലേ, ആ കാറ്റഗറിയിൽ വരുന്ന ഒരു സാധനമാണ്. അടുത്തടുത്ത് വരുന്നുണ്ട്. എനിക്കതിന് മേ ബി അതിന്റെ പ്യുവർ മലയാളം വേർഡ് അറിയാത്തോണ്ടായിരിക്കും. സുരാജേട്ടാ, ട്രൈ ഉണ്ടോ? അല്ല, എനിക്ക് തോന്നുന്നു അശ്വതിയുടെ ഈ ചോദ്യം കഴിഞ്ഞ് ഉത്തരവും പറഞ്ഞു കഴിയുമ്പോഴത്തേനും വാക്കത്തി എടുക്കേണ്ടി വരുന്നല്ലേ. ഇതിന്റെ ആൻസർ ആർക്കെങ്കിലും പറയോ? തൂമ്പയോ? തൂമ്പയ്ക്ക് എവിടെ ഔഷധ ഗുണം? തുമ്പയും തൂമ്പയും രണ്ടും രണ്ടല്ലേ? ഇത് കറക്റ്റ് അതേ സാധനം തന്നെ. ഞാൻ പറയട്ടെ, കോടാലിത്തൈലം. പരാക്രമം സ്ത്രീകളോടല്ല വേണ്ടു. എന്റെ ദൈവമേ, കോടാലി. കോടാലി ആ പേരിലൊരു ഔഷധം ഉണ്ടല്ലോ, കോടാലി തൈലം. ക്വസ്റ്റ്യൻ. ഒരെണ്ണം കൂടി ഉണ്ട്, സഹിച്ചേ പറ്റുള്ളൂ.
ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ പ്രധാനമന്ത്രിയും ഡൽഹിയിലെ ആദ്യത്തെ മുഖ്യമന്ത്രിയും ആദ്യത്തെ വനിതാ ഗവർണറും ആരായിരുന്നു? GK വേണം. പൊളിറ്റിക്കൽ ആയിട്ടുള്ള വിഷയം അറിയില്ല. ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ പ്രധാനമന്ത്രിയും ഡൽഹിയിലെ ആദ്യത്തെ വനിതാ മുഖ്യമന്ത്രിയും ആദ്യത്തെ വനിതാ ഗവർണറും ആരായിരുന്നു? ഡൽഹിയിലെ ആദ്യത്തെ വനിതാ പ്രധാനമന്ത്രി, ഡൽഹിയിലെ ആദ്യത്തെ വനിതാ മുഖ്യമന്ത്രി, ആദ്യത്തെ വനിതാ ഗവർണർ. ഇതൊക്കെ ആരായിരുന്നു? ഇന്ദിരാഗാന്ധി, സോണിയാഗാന്ധി ഒക്കെ അറിയാം, അല്ലാതെ വേറെ ഇതൊക്കെ സ്ത്രീയായിരുന്നു. ഇതൊക്കെ സ്ത്രീകളല്ലേ? ഓ അങ്ങനെ അങ്ങനെ ഇവരൊക്കെ വനിതകളായിരുന്നു. അപ്പൊ നമ്മുടെ ക്വസ്റ്റ്യൻസ് കഴിഞ്ഞു. എനിക്ക് വയ്യ. ഇനി റാപ്പിഡ് ഫയർ ആണ്. ചോദിക്കുന്നു, പടപട ആൻസർ തരും. റെഡി? ഇഷ്ടപ്പെട്ട നടൻ? ഷാഹിദ് കപൂർ. നടി? ഐശ്വര്യ റോയ്. ഇഷ്ട സിനിമ? മണിച്ചിത്രത്താഴ്. ഇഷ്ട ഭക്ഷണം? പെട്ടെന്ന് വാ. സദ്യ, ഓണസദ്യ. ഇഷ്ട സ്ഥലം? സ്വിറ്റ്സർലാൻഡ്. ഓ. ഇഷ്ട വസ്ത്രം? സാരി. ഇഷ്ട പാനീയം? ഓറഞ്ച് ജ്യൂസ്. ഇഷ്ട കളർ? പെട്ടെന്ന്. യെല്ലോ. ഇഷ്ട കാമുകൻ? സുരാജന്റെ പേര് പറഞ്ഞോ? കുഴപ്പമില്ല. എനിക്ക് വീട്ടിൽ കയറണം. കാമുകനായിട്ട് ഏറ്റവും നന്നായിട്ട് അഭിനയിക്കാൻ ഇപ്പൊ കറന്റ് ട്രെൻഡിലെ നിവിൻ പോളിച്ചേട്ടൻ. അപ്പോ ഇനി മഹത്തായ സുരാജ് റൗണ്ടിലേക്ക് കിടക്കുകയാണ്. ജംഷറാട്സ് ചെയ്തിട്ടുണ്ടാവുമല്ലോ. കേട്ടിട്ടുണ്ട്. ഇല്ല, ചെയ്തിട്ടില്ല ഇതുവരെ. എന്നാലും അത് കണ്ടിട്ടുണ്ട്, ഗെയിം ഷോയിൽ ഗെയിം ഷോ കണ്ടിട്ടുണ്ട്. ഓക്കെ, ഇപ്പൊ നമുക്ക് ലൈവായിട്ട് കളിക്കാം. ഇതിൽ എഴുതിയിരിക്കുന്നത് സിനിമാ പേരോ വ്യക്തികളുടെ പേരോ ഒക്കെ ആയിരിക്കും. ഇത് നമുക്ക് ആർക്കും അറിയില്ല. ഇപ്പൊ ഓഡിയൻസിന് അറിയാം. ബാലൻസ് എല്ലാം വെച്ചോളൂ. ഓഡിയൻസ് കണ്ടല്ലോ. ഇത് താങ്കളും കണ്ടു, ഞാൻ മാത്രം കണ്ടിട്ടില്ല. എന്നെ ആംഗ്യ ഭാഷയിലൂടെ ഇതിൽ എന്താണ് എഴുതിയിരിക്കുന്നതെന്ന് മനസ്സിലാക്കി തരണം. ഞാൻ അഭിനയിക്കണം. ആ, കൈ തൊട്ട് എത്തിപ്പിടിച്ച് ആംഗ്യ ഭാഷ. ഓക്കെ, എത്തിപ്പിടിച്ച് അതിന്റെ വേറൊരു സമയം എത്തി. കൈ എത്തി, ദൂരെ, അങ്ങ്, അങ്ങ്. ഓക്കെ, അങ്ങ്. ഓക്കെ, പോയി. കൈ വേണ്ട. ആദ്യമായിട്ട് പറഞ്ഞ ഒന്നും കൂടെ ഒന്ന് അറേഞ്ച് ചെയ്തു. ഒന്നാമത്തത് കൈ, രണ്ടാമത്തത് കൈയാട്ടി വിളിച്ചു. ഷോ, കൈയെത്തി. നോക്കത്ത ദൂരത്ത് കൈ. ചേട്ടാ, കൈയെത്തും ദൂരത്ത്. അപ്പൊ അടുത്ത സുരാജേട്ട ചാൻസ് ആണ്. ഇനി എടുക്കാം. നോക്കാൻ പാടില്ല. ഓഡിയൻസിനെ കാണിക്കാം, ഞങ്ങളെ കാണിക്കാം. സുരാജേട്ടൻ ആക്ട് ചെയ്ത് കാണിക്കാം. വേർഡ് മോശമാണെന്ന് തോന്നുന്നു എല്ലാവരുടെ എക്സ്പ്രഷൻ. വേർഡ് മോശമായിട്ടല്ല, ഇത് ഞാൻ എങ്ങനെ കാണിക്കും ഓർത്താണ് അവര് ചിരിക്കുന്നത്. കമ്പ്യൂട്ടർ, കൈ, ലാപ്ടോപ്പ്, ടച്ച്, മൗസ്. അതിന്റെ മലയാളം മൗസ്. മൗസ് ആൻഡ് ക്യാറ്റ്. ഇത് പൂച്ചയുടെ ശബ്ദം കേൾപ്പിച്ച പൂച്ചയാണെന്ന് ആർക്ക് പറയാൻ പറ്റും? അത് ആംഗ്യഭാഷയാണല്ലോ. അത് ആംഗ്യമൊന്നുമില്ല. ഞാൻ സമ്മതിച്ചില്ല. ഞാൻ ഷാപ്പിലെ പൂച്ചയെന്ന് ഇങ്ങോട്ട് കാണിച്ചതാ, പിന്നെ പൂച്ചയെ കൊണ്ട് കാണിക്കാൻ പറ്റുമോ? മൗസ് ആൻഡ് ക്യാറ്റ് ആയിരുന്നു റൈറ്റ് ആൻസർ. അടുത്ത സുരാജേട്ടൻ. ഇനി താങ്കൾ കാണിക്കണം. അശ്വതി. ഞാൻ അഭിനയിക്കണോ? തിരിച്ചു പിടിച്ച് അശ്വതി അഭിനയിക്കണം. ഓ എന്റെ ദൈവമേ, ഇത് ഞാൻ എങ്ങനെ കാണിക്കും? ഓക്കെ, നിങ്ങൾ രണ്ടും എല്ലാരും സ്ത്രീകൾ. മലയാളത്തില്, ഇംഗ്ലീഷില് വിമൺ, ലേഡീസ്, ഫീമെയിൽ, ലേഡീസ്, ലേ, പകുതി മതി, കുരിശ്, ലേഡി. ഒന്നാമത്തത് എല്ലാം കഴിഞ്ഞു. ഒന്ന്. രണ്ടാമത്തത് ഞാൻ സുരാജ്, ഞാൻ ലാലേട്ടൻ. എല്ലാരും
ഇംഗ്ലീഷില് എന്നെ, ഇംഗ്ലീഷിലായാലും മലയാളമായാലും സുരാജ് സുരാജ് തന്നെ. രണ്ടാമത് കറക്റ്റ് ആണോ അത്? ആ ശ്രദ്ധിക്കാം. ലേഡീസ്. ഫസ്റ്റ് ലെറ്റർ ഓക്കെ. ആ അടുത്തത് ലേഡീസും ലാലേട്ടൻ. കഥാപ്രസംഗം. കൈ, മീശ. നിനക്ക് മീശ വെച്ചാ ഞാൻ എന്ത് പറയാ? ഞാൻ ജെന്റിൽമാൻ. ലേഡീസ് ആൻഡ് ജെന്റിൽമാൻ. ലേഡീസ് ആൻഡ് ജെന്റിൽമാൻ. സുരാജേട്ടനെ കാണിച്ചോണ്ട് ഒട്ടും ഭയങ്കര സംശയം വന്നില്ല. ഇല്ലെങ്കിൽ നേരത്തെ ജെന്റിൽമാൻ പറഞ്ഞേനെ. സുരാജേട്ടനെ കാണിച്ചപ്പോ സുരാജേട്ടൻ സംശയം ഇത് തന്നെയാണ്. ഓരെണ്ണം കൂടി ഉണ്ട്. ഇത് നമുക്ക് ഇനിയൊക്കെ അഭിനയിക്കാൻ ചാൻസ് കൊടുക്കാം. ഇനിയാ ഗസ്റ്റ് അഭിനയിക്കണം. റെഡി? കണ്ണ്, സംസാരിക്കരുതേ. കണ്ണിന് ഐസ്, ഐ, നേത്രം, നയനം. മലയാളം ക്ലാസ്സിൽ പഠിച്ച പര്യായം ഫുള്ള് ഇപ്പൊ പറയും. കണ്ണിന്റെ ആണോ? പീലി, കൺപോള, ഓ കൃഷ്ണമണി, കൃഷ്ണമണി, ഉണ്ടക്കണ്ണ്. കണ്ണെഴുതി പൊട്ടുന്നോട്ട്. ഒന്നാമത്തത് തുറന്ന കണ്ണ്, കൺപീലി. ഡാൻസോ? കോങ്കണ്ണി. കണ്ണിങ്ങനെ തുറന്ന കണ്ണ്. ഒന്നാമത്തെ വാക്ക് ഇതല്ലേ ആദ്യം പറഞ്ഞ രണ്ട് കണ്ണ്. അതിന്റെ വേറെ പര്യായോ? രണ്ട് നേത്രങ്ങൾ, 2 eyes. ഹിന്ദിയിൽ നാക്ക്. മലയാളം തന്നെയാണ്. കണ്ണ്, നയനം, നേത്രം. അയ്യോ, പിന്നെ എന്തൊക്കെ പഠിക്കാൻ പോയ സമയത്ത് പഠിച്ചാൽ മതിയായിരുന്നു. ഓൾമോസ്റ്റ് അടുത്തെത്തിയത്. പീലി, കൺപോള, കണ്ണുമായിട്ടുള്ള ഒന്നും കണ്ണിന്റെ പര്യായം തന്നെ ചേട്ടാ. തുറന്ന കണ്ണ്. ഓ മിഴി രണ്ടിലും. നേരത്തെ മനസ്സിലായി. ചേട്ടൻ വെറുതെ ആള് ഭ്രാന്താക്കാൻ പോയി അവിടുന്ന്. എന്താണ് ഇനിയൊക്കെ നമ്മുടെ പ്രിയപ്പെട്ട പ്രേക്ഷകരോട് പറയാനുള്ളത്? ഒത്തിരിയധികം സന്തോഷമുണ്ട് ഫ്ലവേഴ്സ് ടി വിയിൽ വീണ്ടും വരാൻ സാധിച്ചത്. അതുമാത്രമല്ല സുരാജ് ഏട്ടൻ്റെ ഷോ, അശ്വതി ചേച്ചി, എല്ലാവരും വളരെയധികം സപ്പോർട്ടീവാണ്. പിന്നെ ഫ്ലവേഴ്സ് ടി വിയുടെ സ്മാർട്ട് ഷോയിലും വരാൻ കഴിഞ്ഞു, അവാർഡ് ഈവൻറ്റിലും പെർഫോം ചെയ്യാൻ കഴിഞ്ഞു. അപ്പോൾ വളരെയധികം ഒരു ചാനൽ സപ്പോർട്ട്, ഒരു മീഡിയ, ഒരു സെലിബ്രിറ്റിക്ക് വേണ്ടിയുള്ള ഒരു സപ്പോർട്ട് നല്ല രീതിയിൽ ഫ്ലവേഴ്സ് ടി വി തരുന്നുണ്ട്. അപ്പോൾ ഒത്തിരിയധികം സന്തോഷമുണ്ട്. പുതിയ സിനിമകൾ കാണണം. മലയാളത്തിലും കൂടുതൽ കഥാപാത്രങ്ങൾ ചെയ്യാനായിട്ട് ഞാൻ ശ്രമിക്കാം. കാരണം മലയാളം പ്രേക്ഷകരെ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട്. തമിഴ്, തെലുങ്ക്, കന്നഡയാണ് ഇപ്പോൾ കറൻ്റ്ലി ഓൺ ഗോയിങ് പ്രോജക്ട്സ്. സോ എല്ലാവരുടെയും പ്രാർത്ഥനയും അനുഗ്രഹവും എന്നും കൂടെ ഉണ്ടാവണം. താങ്ക് യു സോ മച്ച്. കോമഡി സൂപ്പർ നൈറ്റിന്റെ മനോഹരമായ മറ്റൊരു എപ്പിസോഡ് കൂടി ഇതാ ഇവിടെ അവസാനിക്കുകയാണ്. ഇതിലും കൂടുതൽ സന്തോഷത്തോടെ, സ്നേഹത്തോടെ വീണ്ടും നാളെ കണ്ടുമുട്ടാം എന്ന ശുഭപ്രതീക്ഷയോടും കൂടി തൽക്കാലം ഞങ്ങൾ വിട പറയുന്നു. ബൈ.